ഇറ്റലിയിലെ ഒരു ഇടവക പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ആരവം തകൃതിയായി നടക്കുകയായിരുന്നു. ആലക്തിക ദീപങ്ങൾ, അലങ്കാരങ്ങൾ എല്ലായിടത്തും. ആ ഇടവക പള്ളിയിൽ വികാരിയച്ചൻ പാതിരാ കുർബാനയുടെ പ്രസംഗം ഗംഭീരമായി നടത്തുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആ പള്ളിയുടെ പിറകുഭാഗത്ത് ഒരാൾ വന്ന് ഉച്ചത്തിൽ പറഞ്ഞത്, പ്രസംഗം നിർത്തു. വികാരിച്ചൻ പോലും സ്തംഭിച്ചു പോയി. നോക്കിയപ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് ആണ്. അദ്ദേഹം പറഞ്ഞു, അല്പം ശാന്തമായി ആ നിശബ്ദതയിൽ ആ ദിവ്യ ഉണ്ണിയുടെ സാന്ത്വന സ്വരം ശ്രവിക്കാൻ ഞങ്ങളൊന്ന് അനുവദിക്കും. ഇത് നടന്നതാണോ എന്നറിയില്ല, എങ്കിലും ഇപ്രകാരം ഒരു സംഭവത്തിൻ്റെ വിവരണം വായിച്ചത് ഓർമ്മ വന്നു. പലപ്പോഴും ആഘോഷങ്ങളുടെ ആരവത്തിലും ഇങ്ങനെ ആലക്തിക ദീപങ്ങളുടെയും മറ്റ് ബഹളങ്ങളുടെയും ഒക്കെ അവസരത്തിലും നാം ഉണ്ണിയുടെ ആ സാന്ത്വന സാന്നിധ്യം തിരിച്ചറിയാതെ പോകാറുണ്ട്. ചിലപ്പോഴെങ്കിലും അപ്രകാരം ഉണ്ണിയുടെ കരച്ചിൽ നാം ശ്രവിക്കാതെ പോകുന്ന ക്രിസ്തുമസും വന്നു പോകാറുണ്ട്. നമ്മോടൊപ്പമുള്ള പാവങ്ങളുടെ, പ്രയാസമനുഭവിക്കുന്നവരുടെ കരച്ചിലും കണ്ണീരും ത്യാഗവും ബുദ്ധിമുട്ടും തിരിച്ചറിയാത്ത ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ ഒരു ക്രിസ്തുമസ് ആകുമോ? മാൽക്കം എന്ന ഒരു പിഞ്ചുബാലനെ പറ്റിയുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. അവന് ആ വർഷം ക്രിസ്തുമസിന് പുതിയ ഒരു ജാക്കറ്റ്, ഒരു ഓവർകോട്ട് സമ്മാനമായി ലഭിച്ചു. അവൻ അതിൻ്റെ സന്തോഷത്തിൽ ആ ജാക്കറ്റുമിട്ട് ആ ക്രിസ്മസിൻ്റെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇടവക പള്ളിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയരികിലുള്ള വലിയ കടകളിൽ ഒത്തിരി പേർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളുമെല്ലാം സമ്മാനങ്ങളും പൊതികളുമൊക്കെയായി അവിടെ നിന്ന് വരുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. അവൻ വിചാരിച്ചു, എനിക്ക് മാത്രം ഇങ്ങനെ സമ്മാനങ്ങളും സാധനങ്ങളൊന്നും വാങ്ങിച്ചു തരാൻ ആരുമില്ലല്ലോ. അവനങ്ങനെ ആ കടയുടെ മുൻപിൽ അവിടെയുള്ള അലങ്കാരങ്ങളും പ്രദർശനങ്ങളുമൊക്കെ നോക്കി സന്തോഷത്തോടെ കുറച്ചു നേരം നിന്നു. വീണ്ടും അവൻ നടന്നു പള്ളിയെ ലക്ഷ്യമാക്കി. അങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് അവൻ കണ്ടത് ഒരു പീഡികത്തിണ്ണയിൽ ഒരമ്മയും കുഞ്ഞും. ആ അരണ്ട വെളിച്ചത്തിൽ ഇതാ ആ കുഞ്ഞിൻ്റെ ശോഭനമായ ആ പിഞ്ചുമുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അവൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു. തെരുവിൻ്റെ ആ ചെറിയ വെളിച്ചത്തിൽ ആ കുഞ്ഞിൻ്റെ കണ്ണുകളും അവൻ ശ്രദ്ധിച്ചു. ഇങ്ങനെ തിളങ്ങുന്ന രണ്ട് കുഞ്ഞിക്കണ്ണുകൾ. ആമയുടെ മടിയിൽ ഇങ്ങനെ ആ കുഞ്ഞ് ഓമനത്വത്തോടുകൂടെ നോക്കി കിടക്കുകയാണ്. അവൻ ആ കുഞ്ഞിനെയും അമ്മയെയും കുറച്ചു നേരം ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്നിട്ട് അവൻ സാവധാനം തിരികെ ദേവാലയത്തെ ലക്ഷ്യമാക്കി നോക്കിയപ്പോൾ ദേവാലയത്തിൻ്റെ ആ മുഖപ്പിൽ ഉയർന്ന ഗോപുരത്തിൽ ചുവന്ന ആ കുരിശ് പ്രകാശിച്ചു നിൽക്കുന്നു. അവൻ ഇടവക പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഇതാണോ ഈ ക്രിസ്തുമസിൻ്റെ അമ്മയും കുഞ്ഞും? അവൻ പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ജ്യേഷ്ഠനും കൂട്ടുകാരും എല്ലാവരും ക്രിസ്തുമസിൻ്റെ പുൽക്കൂട് ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവൻ ചെന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ദേ ആ അമ്മയെയും ഉണ്ണിയേശുവിനെയും കണ്ടു. അവിടെ ആ പീഡികത്തിണ്ണയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ ഒന്ന് പോടാ ചെറുക്ക, നീ എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടൻ അവനെ ശ്രദ്ധിക്കാതെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റ് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ശരിക്ക് കണ്ടതാണ്. ഒരമ്മയും കുഞ്ഞും, നല്ല തിളങ്ങുന്ന കണ്ണുകളുള്ള ശോഭനമായ മുഖമുള്ള ആ കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുകയാണ്. എന്നെ നോക്കി പുഞ്ചിരിക്കുക കൂടി ചെയ്തു. വാ വരിക, നമുക്ക് പോയി കാണാം. അവരും അവനെ പരിഹസിച്ച് പറഞ്ഞയച്ചു. അപ്പോൾ അവൻ ചിന്തിച്ചു, ആ കുഞ്ഞിന് ഈ ശൈത്യത്തിൽ, ഈ തണുപ്പിൽ, കമ്പിളിപ്പുതപ്പൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എന്ത് സമ്മാനമായി നൽകും?
ഞാൻ ഈ പുതിയ കോട്ട് ആ കുഞ്ഞിന് കൊടുക്കും. അവൻ കോട്ട് കയ്യിലൂരിയെടുത്ത് അവൻ തിരികെ ആ പീഡികത്തിണ്ണയെ ലക്ഷ്യമാക്കി തിരികെ നടന്നു. അവൻ ആ പീഡികത്തിണ്ണയിൽ നോക്കിയപ്പോൾ ആ കുഞ്ഞിനെയും അമ്മയെയും കണ്ടില്ല. അവൻ അടുത്തുള്ള കടകളിലും കടകളുടെ വരാന്തയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അവൻ പരതി അന്വേഷിച്ചു. പക്ഷെ ആ കുഞ്ഞിനെയും അമ്മയെയും അവൻ കാണാനായില്ല. അവൻ തിരികെ പള്ളിയിലേക്ക് നടന്നു. പലപ്പോഴും നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ഞിനെയും അമ്മയെയും ശ്രദ്ധിക്കാത്ത ഒരു ക്രിസ്തുമസ് ആഘോഷമാണെങ്കിൽ അവർ നമുക്ക് ആ ക്രിസ്തുമസ് തന്നിരുന്ന സന്തോഷവും ശാന്തിയും നമുക്കും നഷ്ടമാകും. അവരോടൊപ്പം അവരുടെ സങ്കടങ്ങളിലും സഹനങ്ങളിലും അവരോടൊപ്പമുള്ള ഒരു ക്രിസ്തുമസ് ആകുമ്പോഴാണ് ക്രിസ്മസ് കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. ഒരിടവക പള്ളിയിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പുൽക്കൂട് ഒരുക്കുകയായിരുന്നു. അവസാനം വികാരിയച്ചൻ അവിടുത്തെ യുവാക്കന്മാരെല്ലാവരും ഒരുമിച്ച് ഒരുക്കിയ ആ പുൽക്കൂട് കാണാനെത്തി. എല്ലാം കൃത്യമായി നന്നായി വച്ചിരിക്കുന്നു. അദ്ദേഹം അവരോടൊപ്പം അധ്വാനിച്ചതിന് ശേഷം തിരികെ മുറിയിൽ പോയി ഒന്ന് ഒരുങ്ങി വീണ്ടും പാതിരാക്കുർബാനയ്ക്ക് 1 മണിക്കൂർ കൂടെയുണ്ട്. അദ്ദേഹം തിരികെ ഈ ദേവാലയത്തിൽ വന്ന് അല്പനേരം മൗനമായി ആ നിശബ്ദതയിൽ ധ്യാനത്തോടുകൂടെ പ്രാർത്ഥിക്കാമെന്ന് കരുതി ആ പുൽക്കൂട് തയ്യാറാക്കിയതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിൽ അല്പം കഴിഞ്ഞപ്പോൾ ഈ പുൽക്കൂടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ പുൽക്കൂട്ടിൽ അവർ ശ്രദ്ധയോടെ വച്ചിരുന്ന ആ ഉണ്ണിയേശുവിൻ്റെ രൂപം കാണാനില്ല. അതെവിടെ പോയി? അല്പം മുൻപ് ആ യുവ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ തന്നെയാണല്ലോ അതെടുത്തു വെച്ചത്. ഈ ഉണ്ണിയേശുവിൻ്റെ ആ രൂപം ആരെടുത്തു പോയി നോക്കി. അവിടുന്ന് എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? ആ പുൽക്കൂടിൻ്റെ സൈഡിലേക്കും അടിയിലേക്കും അവിടെയുള്ള ആ വൃക്ഷത്തലപ്പിൻ്റെ സൈഡിലേക്കും എല്ലാം ശ്രദ്ധിച്ചിട്ടും അവിടെയെല്ലാം പരതി അന്വേഷിച്ചിട്ടും ഈ രൂപം കാണാനായില്ല. ഉടനെ കപ്പ്യാരെ വിളിച്ചു. കപ്പ്യാരെ, അവിടെ വെച്ചിരുന്ന ആ രൂപം എടുത്തു മാറ്റിയോ? ഇല്ല. മറ്റ് കൈക്കാരന്മാരെയും യുവ സുഹൃത്തുക്കളെയും വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെയെങ്കിലും ആ രൂപം എടുത്തു മാറ്റി വെച്ചോ? കണ്ടില്ല. 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ, 3/4 മണിക്കൂർ കൂടിയേ ഉള്ളൂ ദേവാലയത്തിലെ പ്രധാന വിശുദ്ധ ബലി തുടങ്ങാൻ. എല്ലാവരും വരുമ്പോൾ ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ഇല്ലാത്ത അവസ്ഥയാകുമോ? ഒന്ന് പോയി അന്വേഷിക്കൂ. അങ്ങനെ അവരോടെല്ലാം വികാരിച്ചൻ പറഞ്ഞു. അവർ കപ്പ്യാരെ ടോർച്ചെടുത്ത് പള്ളിയുടെ പരിസരത്തും ചുറ്റും നോക്കി. പള്ളിയുടെ പറമ്പിലേക്ക് നോക്കി. അവിടെ ആ സ്കൂളിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആരോ സൈക്കിൾ ചവിട്ടുന്നതായി കണ്ടു. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതാ ഒരു ബാലൻ, ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇതാ സൈക്കിൾ ചവിട്ടി നടക്കുകയാണ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ. ഈ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഇവൻ ഒരു കയ്യിൽ ഈ പുതിയ സൈക്കിൾ പിടിച്ചിട്ടുണ്ട്, മറുകൈയിൽ ഈ ഉണ്ണീശോയുടെ രൂപവും വച്ചിരിക്കുന്നു. ഇവനിങ്ങനെ ഒരു അഭൗമികമായ സന്തോഷത്തിൽ, ആനന്ദത്തിൽ ഇവൻ ഈ ഉണ്ണിയേശുവിൻ്റെ രൂപവും വെച്ച് ഈ പുതിയ സൈക്കിളിൽ ഇങ്ങനെ റൗണ്ട് ചവിട്ടി നടക്കുകയാണ്. വേഗം കപ്പ്യാർ ചെന്നിട്ട് ഈ ടോർച്ചടിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റഫറെ, നീ എന്താണ് പണി ചെയ്തത്? ഈ പള്ളിയിൽ നിന്നുള്ള രൂപമാണോ ഇതെടുത്തത്? അവൻ തലയാട്ടി. അവൻ പറഞ്ഞു, ഞാൻ ചൈൽഡ് ജീസസിന് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. എനിക്ക് ക്രിസ്മസിൽ സമ്മാനമായി സൈക്കിൾ പുതിയത് എൻ്റെ പപ്പ വാങ്ങിച്ചു തരികയാണെങ്കിൽ ചൈൽഡ് ജീസസിന് ഞാൻ ഫസ്റ്റ് റൈഡ്, എൻ്റെ ഈ പുതിയ സൈക്കിളിലുള്ള ആദ്യ സവാരി ഞാൻ സമ്മാനമായി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, പ്രോമിസ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ എടുത്തിട്ട് ഈ സൈക്കിളിലെ ഫസ്റ്റ് റൗണ്ട് സമ്മാനമായി ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഈ ഫുട്ബോൾ കോർട്ടിൽ വന്നതെന്ന് പറഞ്ഞു. കപ്പ്യാർ വേഗം അവൻ്റെ അടുത്ത് നിന്ന് ഈ ഉണ്ണീശോയെ എടുത്ത് തിരികെ വികാരിച്ചനോട് പറഞ്ഞ് പുൽക്കൂട്ടിലെത്തി എന്ന് ഈ ഒരു കഥ ഉണ്ട്. ഏതായാലും പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളിൽ, അതിൻ്റെ ആരവത്തിൽ, തിരക്കിൽ വിസ്മരിച്ചു പോകുന്ന ഒന്നാണ് ആ ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യം. പലപ്പോഴും ആ ഈശോയുടെ സാന്നിധ്യമില്ലാത്ത ആഘോഷങ്ങളാണ് നമുക്ക് ചുറ്റും പലപ്പോഴും ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധിയോടാണ്, അദ്ദേഹം ബ്രിട്ടനിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആരോ ചോദിച്ചു, ഈ ക്രിസ്തുമസ് ആഘോഷത്തെ പറ്റിയുള്ള അങ്ങയുടെ ചിന്ത എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു കയ്യിൽ വൈൻ
ഗ്ലാസും മറുകയിൽ ഇറച്ചി കഷ്ണവുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഏതായാലും നമ്മുടെ ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ ഒരിക്കലും ഉണ്ണിയേശുവിനെ മറക്കാനുള്ളതല്ല. ആഘോഷങ്ങൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വിഘാതമായിട്ടും ആകാൻ പാടില്ല. ഇസിയാസ് പ്രവാചകനാണ് ഇപ്രകാരം പ്രവചിച്ചത്: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത പ്രകാശം കണ്ടിരിക്കുന്നു. ആ പ്രകാശത്തെയാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വഴി അവർ തിരിച്ചറിഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്ന ഇതാണ്: ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇതായിരിക്കും അടയാളം: പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ കാണും. ആ ഇടയന്മാർ, മാലാഖമാർ അരുൾ ചെയ്തതനുസരിച്ച് ചെന്നു കണ്ടു. ആ കുഞ്ഞിനെ, ദിവ്യശിശുവിനെ, ഓമനത്വം തുളുമ്പുന്ന ആ ദിവ്യ പൈതലിൻ്റെ വിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ആഹ്ലാദത്തോടുകൂടെ അവർ മടങ്ങിപ്പോയി. ഈ ഒരു ആഹ്ലാദം, ആനന്ദം ഈ ക്രിസ്മസ് അവസരത്തിൽ നമുക്കും സ്വന്തമാക്കണം. അതിന് പ്രധാനമായി ഉണ്ണിയോടൊപ്പമായിരിക്കണം നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം. 96-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇതാണ്: നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ അടയാളം, ഈ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം. ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ട ആവശ്യം നമുക്ക് പ്രത്യേകമായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിലേക്ക് ദിവ്യ ഉണ്ണിയെ സ്വീകരിച്ചതുപോലെ ഉദരത്തിൽ ആ ദിവ്യശിശു ഉരുവാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഹൃദയത്തിൽ ആ ആനന്ദം തുടിച്ച് നിന്നിരുന്നു. ഈ ഒരു ആനന്ദമാണ് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് അവസരത്തിൽ നമ്മുടെയും സ്വന്തമായി വരേണ്ടത്. ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടും. അതാണ് ഇസിയാസ് ദീർഘദർശി 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ അരുൾ ചെയ്തത്, പ്രവചിച്ചത്. ഈ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള അനുഭവം നമ്മുടേതും ആകണം. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ആ ദിവ്യശിശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. തലമുറകളുടെ തയ്യാറെടുപ്പിൻ്റെ ഒടുവിൽ ആ കാത്തിരിപ്പിൻ്റെ ഫലപ്രാപ്തിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ്. ഈ കാത്തിരിപ്പിനൊടുവിൽ ക്രിസ്തു ഉണ്ണിയേശു നമ്മുടെയും ഹൃദയത്തിൽ വന്ന് പിറവിയെടുക്കണം. പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് നാം സങ്കീർത്തനത്തിൽ വായിക്കുക. സങ്കീർത്തനം 121 അതിൽ കാണുന്നത് ഇതാണ്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈ കർത്താവിൻ്റെ സാന്നിധ്യം വഴി അവിടുത്തെ കരുതലിൻ്റെ ആ അനുഭവം നമ്മുടേതും സ്വന്തമാകുമ്പോഴാണ് നമ്മുടെയും യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് കൂടുതൽ അർത്ഥപൂർണമായി മാറുക. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെ ആയിരിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധ അമ്മയുടെ ഈ ഹൃദയത്തിൽ സ്വീകരിച്ചതിനെപ്പറ്റി വിവരിക്കുന്ന ഇതാണ്: ദ ഏഞ്ചൽ അനൗൺസസ്, ദ വെർജിൻ ലിസൺസ്, ബിലീവ്സ് ആൻഡ് കൺസീവ്സ് എന്ന്. അതായത് മാലാഖ അരുൾ ചെയ്യുന്നു, ഈ വെർജിൻ അഥവാ കന്യക അത് ശ്രവിക്കുന്നു, അത് വിശ്വസിക്കുന്നു, അങ്ങനെ ഉദരത്തിൽ ഗർഭം ധരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് ബിലീവ്ഡ് ആൻഡ് കൺസീവ്ഡ് ത്രൂ ഫെയ്ത്ത്. ക്രിസ്തു നമ്മുടെ വിശ്വാസം വഴിയാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും വരേണ്ടത്. ദ വെർജിൻ മേരി ഫസ്റ്റ് കൺസീവ്ഡ് ഇൻ ഹെർ ഹാർട്ട്. കന്യകയായ മറിയം തൻ്റെ ഹൃദയത്തിൽ ആദ്യം ആ ദിവ്യ പൈതലിനെ ഗർഭം ധരിച്ചു, സ്വീകരിച്ചു. ഇതേപോലെ തന്നെ നമ്മുടെയും ഹൃദയത്തിൻ്റെ വാസസ്ഥലം ആ ദിവ്യ ഉണ്ണിക്ക് വേണ്ടി നാമും ഒരുക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമായി മാറുക. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ നമുക്കും ആ ദിവ്യ ഉണ്ണിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ എന്നും കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും
അനുഭവം വ്യത്യസ്തമായിരുന്നില്ല. തൻ്റെയും ജീവിതത്തിൽ ഇത്രയും കൃപ നിറഞ്ഞു നൽകുന്ന ആ സ്വർഗീയ ഉണ്ണിയുടെ സാന്നിധ്യം ആ മനുഷ്യന് ഏറ്റവും വലിയ സൗഭാഗ്യമായി മാറുന്നു. സത്രത്തിൽ ഇടം കിട്ടാതിരുന്നിട്ടും തൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും അതിലൂടെ ഉണ്ടായിട്ടും ഇതെല്ലാം വകവയ്ക്കാതെ ആ ദിവ്യ ഉണ്ണിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധിയായി കാത്തുസൂക്ഷിക്കുന്നു. ഈ ക്രിസ്മസ് അവസരം നമ്മുടെയും ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ദിവ്യ ഉണ്ണിയുടെ വിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുന്ന അവസരമാകാൻ, അതിലൂടെ ക്രിസ്തുവിൻ്റെ വലിയ കൃപയുടെ അനുഭവം നമുക്കും ഉണ്ടാകാൻ ഇടയാകട്ടെ. മറിയത്തെയും യൗസേപ്പിതാവിനെയും പോലെ എങ്ങനെ ആ ആട്ടിടയന്മാർ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ അനുഭവിക്കാനായി? അവരുടെ ജീവിതത്തിൻ്റെ ആ ലാളിത്യം വഴി, നിഷ്കളങ്കത വഴി മാലാഖമാർ അരുൾ ചെയ്ത ആ വാക്കുകൾ അവർ വിശ്വസിച്ചു, അനുസരിച്ചു. അങ്ങനെയാണ് ആ പാതിരാവിൽ തന്നെ ആ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടെ മാലാഖമാർ പറഞ്ഞതനുസരിച്ച് അവർ ആ ദിവ്യ പൈതലിനെ കണ്ട് വണങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇതേ നിഷ്കളങ്കതയോടുകൂടെ, ഇതേ ജാഗ്രതയോടുകൂടെ നാമും ജീവിക്കുമ്പോൾ ആട്ടിടയന്മാർക്കുണ്ടായ സന്തോഷം നമുക്കും ഹൃദയത്തിൽ അനുഭവിക്കാനാകും. അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ജോലിയുടെ വിശ്വസ്തത, ആ പാതിരാവിലും അവരിങ്ങനെ ആ ദിവസത്തെ ദിനാന്ത്യത്തിലുള്ള ആലസ്യമൊന്നും പരിഗണിക്കാതെ അവരിങ്ങനെ ആടുകളെ മേയിച്ചു കാത്തുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ശ്രദ്ധ ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ആ പാതിരാവിലെ ആനന്ദഗീതി ഉടനെ ശ്രവിക്കാനായതും. അങ്ങനെ ആടുകളോടുള്ള കരുതലിലും അവർ ഈ ഉണർത്തുപാട്ട് അവർക്ക് സ്വന്തമായി തീരുന്നതും. ഇതേപോലെ തന്നെ ആട്ടിടയന്മാരെ പോലെ നമുക്കും ഇങ്ങനെ നമ്മുടെ കർത്തവ്യങ്ങളിൽ വിശ്വസ്തയോടെ, അതേപോലെ തന്നെ ഹൃദയത്തിലെന്നും കാത്തുസൂക്ഷിക്കുന്ന നിഷ്കളങ്കതയോടുകൂടെ ആ ദിവ്യ ഉണ്ണിയെ കണ്ട് ചെന്ന് വണങ്ങാൻ, അങ്ങനെ ആനന്ദം നമ്മുടെയും സ്വന്തമാക്കാൻ നമുക്കും സാധ്യതമാകട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആ പൂജരാജാക്കളെ പോലെ എപ്പോഴും അന്വേഷണത്വരയോടുകൂടെ കാലത്തിൻ്റെ ഗതികളും അടയാളങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, നക്ഷത്രങ്ങളെ കണ്ടാണ് ഈ പൂജരാജാക്കൾ ഇത്രയും ദുർഘടമായ പാതയിലൂടെ മാസങ്ങളോ വർഷങ്ങളോ നീണ്ട ആ യാത്ര നടത്തുന്നത്. ത്യാഗത്തോടുകൂടിയുള്ള തീർത്ഥാടനം. ഇങ്ങനെ പൂജരാജാക്കളെ പോലെ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് നമുക്കും പോയി ആ ഉണ്ണിയെ കാണാൻ, പൂജരാജാക്കളെ പോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീകമായ കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് ദിവ്യ ഉണ്ണിയെ ആരാധിക്കാൻ നമുക്കും സാധ്യതമാകട്ടെ. അങ്ങനെ മറിയത്തെ പോലെ, യൗസേപ്പിതാവിനെ പോലെ, ആട്ടിടയന്മാരെ പോലെ, പൂജരാജാക്കളെ പോലെ അർത്ഥപൂർണമായ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്കും സാധ്യതമാകണം. ഹൃദയത്തിൽ ആ ആനന്ദം എന്നും നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കണം. അങ്ങനെ ക്രിസ്തുമസ് കൂടുതൽ അർത്ഥപൂർണമായി മാറട്ടെ. ഇപ്രകാരം ഒരു പ്രഭാഷണം ശ്രവിച്ചതോർക്കുന്നു. ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗം വായിച്ച് ആ കുഞ്ഞുമക്കൾക്ക് ജാതിമതഭേദമന്യേ എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ടീച്ചർ ഒരു ദിവസം വിവരിച്ചു കൊടുത്തത് ഈ ഒരു യേശുവിൻ്റെ ആ കഥയായിരുന്നു. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ഉള്ള യാത്രാമധ്യേ കൊള്ളക്കാരുടെ പ്രഹരമേറ്റ് അവശനായി കിടന്ന ആ ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന, പരിചരിക്കുന്ന ആ നല്ല അയൽക്കാരനെ പറ്റിയുള്ള ഉപമ. എന്നിട്ട് ആ ടീച്ചർ വിവരിച്ചു പറഞ്ഞു, ഈ ജെറൂസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള ആ വഴി ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാമോ? ദേ നമ്മുടെ സ്കൂളിൻ്റെ മുൻപിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾ അല്പം പരിഭ്രമത്തോടുകൂടെ ചിന്തിച്ചു, എന്താണ് ഈ ടീച്ചർ ഇങ്ങനെ വിവരിക്കുന്നത്? അതിനുശേഷം ടീച്ചർ പറഞ്ഞു, അല്ല, ഈ ജെറൂസലേമിൽ നിന്ന് ജെറീക്കയിലുള്ള വഴി പോകുന്നത് നമ്മുടെ ക്ലാസ് മുറിയിലൂടെയാണ്. അപ്പോൾ വീണ്ടും കുട്ടികൾക്ക് കൗതുകമായി. അപ്പോൾ ടീച്ചർ വീണ്ടും വിവരിച്ചു, അല്ല, ഈ വഴി കടന്നു പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയം ഇപ്രകാരം നല്ല അയൽക്കാരൻ്റെ ആ മനോഭാവം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം
വിശന്ന് വിഷമിച്ചും കഴിയുന്ന, പലവിധത്തിലുള്ള പ്രയാസങ്ങൾ കഴിയുന്ന വ്യക്തികളിൽ ജീവിക്കാനാകുക. യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുമസ് നമുക്ക് ഉണ്ണിയേശുവിനെ വീണ്ടും കണ്ടുമുട്ടുന്ന അവസരമാകട്ടെ. മാൽക്കമിനെ പോലെ കാണുന്ന ആ പിഞ്ചു പൈതലിൻ്റെ ഓമനത്വം തുളുമ്പുന്ന മുഖത്ത് ആ ദിവ്യ പൈതലിനെ കാണാൻ നമുക്കാവുന്ന വിധത്തിൽ ആ കുഞ്ഞിനെ പറ്റിയുള്ള കരുതലോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നാം ആദ്യം കണ്ട ആ കഥയിലെ വ്യക്തിയെപ്പോലെ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തെ നഷ്ടപ്പെടാത്ത വിധത്തിൽ ക്രിസ്റ്റഫർ എന്ന ആ പിഞ്ചുബാലൻ ആ ഉണ്ണിയേശുവിനെ തൻ്റെ ഫസ്റ്റ് റൈഡ് സമ്മാനിച്ചതുപോലെ നമുക്കും സാധ്യതമാകട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ടുള്ള അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആകട്ടെ ഈ വർഷത്തെ ക്രിസ്തുമസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്തു കൂടെയുള്ള ഒരു ക്രിസ്തുമസ്, ആ ആഘോഷത്തിൻ്റെ ആരവം, ആ ആഘോഷം നൽകുന്ന ആനന്ദം ഒരിക്കലും നഷ്ടപ്പെടാതെയുള്ള ഒരു ക്രിസ്തുമസ് ആകട്ടെ. സ്നേഹമോടെ വീണ്ടും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. ദൈവം അനുഗ്രഹിക്കട്ടെ.